ശ്രീതുവും ഋഷിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീതുവും ഋഷിയും തമ്മിലുള്ള വഴക്കായിരുന്നില്ല, സിബിനും ഋഷിയും തമ്മിലുള്ള വഴക്കായിരുന്നു. അവിടെ സിബിൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് അവിടെ ഋഷി ചോദ്യം ചെയ്തത്. എന്നെയും കൊണ്ട് എന്തിനാണ് ജുവനൈൽ ഹോമിൽ പോകുന്നത് എന്നൊരു കാര്യം. ആ സമയത്ത് അവിടെ സിബിൻ പറഞ്ഞ ഉത്തരമായിരുന്നു, നിനക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നൊരു കാര്യവും അതുപോലെ തന്നെ നിനക്ക് ഭയങ്കര പുച്ഛമാണ്, പ്രത്യേകിച്ച് ശ്രീതുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നീ വളരെ പുച്ഛത്തോടെയാണ് സംസാരിക്കാറുള്ളത്, ശ്രീതുവിനെ ഭയങ്കര പുച്ഛത്തോടെയാണ് നീ കാണുന്നത് എന്നൊരു കാര്യമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അത് ശ്രീതു സമ്മതിച്ചു. അങ്ങനെ തന്നെയാണുള്ളത്, എന്നെ എപ്പോഴും പുച്ഛിക്കും, ഞാൻ മറ്റുള്ളവരുടെ വാല് പിടിച്ച് നടക്കുന്നു, മറ്റുള്ളവരെ പറയുന്നത് എന്നെ മാത്രമേ അനുസരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ട് എന്ന് അവിടെ ശ്രീതു സംസാരിച്ചു. പിന്നീട് അത് ഋഷിയും ശ്രീതുവും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിന് കാരണമായി. ആ സമയത്ത് അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല ആരെയും വാല് പിടിക്കുന്നത്, നീയാണ് അൻസിബയുടെ വാലും പിടിച്ച് നടക്കുന്നത് എന്ന് അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഋഷിയും പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇടയിൽ വന്നിട്ട് എന്തിട്ടാ നീ ഏത് നേരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നീയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിന് ഇടയിൽ കയറി വന്നുകൊണ്ട് കിട്ടിയ അവസരത്തിന് കയറി ഗോളടിക്കാൻ നോക്കുന്നത് ഒട്ടും ശരിയല്ല ശ്രീതു എന്നൊക്കെ അവിടെ ഋഷിയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഋഷിയും ശ്രീതുവും തമ്മിൽ അല്ലെങ്കിൽ തന്നെ ചെറിയൊരു ഒരസലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നത്തെ ടാസ്കിൽ ഋഷി പറഞ്ഞ ഒരു വാചകം ശ്രീതു കേൾക്കാനിടയായത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാലായിട്ട് ഒരു അന്തവും കുന്തലിയാതെ സംസാരിക്കാൻ വരുന്ന വ്യക്തിയാണ് ശ്രീതു എന്നുള്ള തരത്തിൽ ഋഷി പറഞ്ഞ ഒരു കാര്യം ശ്രീതുവിൻ്റെ ചെവിയിലെത്തിയിരുന്നു. അതുകൂടി കേട്ടപ്പോഴാണ് ശ്രീതുവിന് അത്രയും ദേഷ്യം വന്നത്. സത്യത്തിൽ അവിടെ സിബിനും ഋഷിയും തമ്മിലാണ് വഴക്ക് നടന്നതുണ്ടെങ്കിൽ പോലും അതിനിടയിലൂടെ ശ്രീതുവും ഋഷിയും തമ്മിലുള്ളൊരു ചെറിയൊരു വഴക്ക് അവിടെ ഉണ്ടാവുകയും ഉണ്ടായി.